ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. സ്വർഗത്തിൻ്റെ കരുണ നമ്മുടെ മേൽ നിരന്തരം ചൊരിയപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നു. നമ്മുടെ ജീവിത ഭാരങ്ങൾ, കണ്ണുനീര്, പ്രയാസമെല്ലാം കർത്താവ് ഏറ്റെടുക്കുന്നു. എല്ലാറ്റിനും നമുക്ക് നന്ദി പറയാം. ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വചനം കേൾക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായി ഇന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് ഓരോ വ്യക്തികളെക്കുറിച്ചും വ്യത്യസ്തമായ പദ്ധതികളുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിന് ഉള്ള പദ്ധതിയാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ എന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഒരു വലിയ പദ്ധതിയുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്ന എല്ലാവർക്കും ഒരു ദൗത്യം നിറവേറ്റുവാനുണ്ട്. ദൈവം ഓരോരുത്തരെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് നിനക്ക് ദൈവത്തിനു വേണ്ടി ഒരു പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ ചെയ്യുമ്പോഴാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്, നീ ജീവിതത്തിൽ വിജയിയായിട്ട് മാറുന്നത്. ജെറമ്യായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഇവിടെ ജെറമ്യ എന്ന പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ജനിക്കുന്നതിന് മുൻപ് നീ ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു. ദൈവം ആ വലിയ ശക്തിയിൽ നമ്മളെ നിറയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ ഉള്ളിൽ, ദൈവമെന്ന ആ മഹിമയുടെ വലയത്തിൻ്റെ ഉള്ളിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാനും നിങ്ങളും പണ്ടേ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുൻപ് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നമ്മൾ ദൈവത്തോടു കൂടിയായിരുന്നു. മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉള്ള വലിയ ഒരു പ്ലാനുണ്ട്. അത് നിന്നെ വിജയത്തിലെത്തിക്കുന്ന, അനുഗ്രഹത്തിലെത്തിക്കുന്ന ശോഭനമായ ഒരു ഭാവിയാണുള്ളത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. ജെറമ്യയെക്കുറിച്ച് പറയുക, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ജെറമ്യ വിശുദ്ധീകരിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ജെറമ്യായ്ക്കൊരു വലിയ ദൗത്യമുണ്ട്. ജനതകളുടെ പ്രവാചകനായിട്ട് ഉയർത്തപ്പെടുന്ന വലിയൊരു പദവി, വലിയ ഒരു പ്രവാചകനായിട്ട് ഉയർത്തപ്പെടാനുള്ള ജെറമ്യായെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം വിശുദ്ധീകരിച്ചു. ജെറമ്യായ്ക്ക് വലിയ ഒരു ദൗത്യം ദൈവം കൊടുക്കുകയാണ്. വലിയൊരു ദൗത്യത്തിലേക്കാണ് ജെറമ്യ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം, ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ അത് വിജയത്തിലെത്തും. സ്നാപക യോഹന്നാനെക്കുറിച്ച് നമുക്കറിയാം. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അപ്പോൾ തന്നെ എലിസബത്തും ഉദരത്തിലുള്ള യോഹന്നാനും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു.
പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്. ഒരു പ്രവചനമാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു ഉണ്ട്, കർത്താവിൻ്റെ അമ്മയുണ്ട്, കർത്താവുണ്ട് എന്ന് എലിസബത്ത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിലൂടെ അറിയുകയാണ്. എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. അഭിഷേകം ചെയ്യപ്പെട്ട യോഹന്നാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ഈ സ്നാപക യോഹന്നാൻ വഴി ഒരുക്കുവാൻ യേശുവിന് മുൻപേ കടന്നു വരികയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ആ ദൈവത്തിൻ്റെ സ്വരമായി യേശുക്രിസ്തുവിന് മുന്നോടിയായി വഴി ഒരുക്കുവാൻ, മാനസാന്തരത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുവാൻ സ്നാപകനെ ദൈവം തെരഞ്ഞെടുത്തു. അവ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ദൗത്യമതായിരുന്നു കർത്താവിന് വഴിയൊരുക്കുക. കർത്താവിന് വഴിയൊരുക്കി നീതിക്ക് വേണ്ടി നിന്നു. രാജാവിൻ്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറഞ്ഞു. അവസാനം കഴുത്ത് മുറിച്ചു മാറ്റപ്പെട്ടു, കഴുത്ത് വെട്ടപ്പെട്ടു, ശിരച്ഛേദനം നടത്തി. അങ്ങനെ യോഹന്നാൻ ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ഓരോ വ്യക്തികൾക്കും ഈ ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി ഒരു ദൗത്യം നിറവേറ്റുവാനായിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെട്ട് ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട യോഹന്നാൻ ശക്തനും ധീരനുമായിട്ട് കടന്നു വന്ന് കർത്താവിൻ്റെ മുന്നോടിയായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു വലിയ പ്ലാനുണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി, ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായി നമ്മളെല്ലാവരും മാറുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പോരാളികളായി, പ്രാർത്ഥനാ പോരാളികളായി, സാത്താൻ്റെ കോട്ടകളെ ഇടിച്ചു തകർക്കുന്നവരായി, വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുന്നവരായി ഓരോ ക്രിസ്ത്യാനിയും മാറണം. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ജനിച്ചതിന് ശേഷമല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെക്കുറിച്ചുള്ള സകല പദ്ധതികളും കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. നീ ആരുടെ മകനായി, മകളായി ജനിക്കണം, നീ എന്തൊക്കെ ദൗത്യങ്ങൾ പൂർത്തിയാക്കണം, നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയണം, ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചും, ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ മനസ്സിൽ വലിയൊരു കരുതലുണ്ട്. ഒരിക്കൽ എന്നെ കാണുവാനായിട്ട് ഒരു അപ്പനും അമ്മയും കൂടെ വന്നു. ചെറുപ്പക്കാരാണ്. അവർ വലിയ സങ്കടത്തിലാണ്. സ്കാനിങ് റിപ്പോർട്ടിൽ അവരുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞിന് മൂക്ക് ഇല്ല, മൂക്ക് എന്ന അവയവം ഇല്ല, തലയോട്ടിയും സ്കാനിങ്ങിൽ കാണുന്നില്ല. അബോർഷൻ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, വിശ്വാസമുള്ളവരാണ്. അബോർഷനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. എന്തു വന്നാലും ഈ കുഞ്ഞിനെ അവർക്ക് വേണം, എന്ത് ത്യാഗം ചെയ്യാൻ അവർ തയ്യാറാണ്. ഞാൻ വലിയ വിശ്വാസത്തോടെ, വലിയ സ്നേഹത്തോടെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അങ്ങ് തലയൂട്ടി സൃഷ്ടിക്കണം, ഈ കുഞ്ഞിന് മൂക്ക് അങ്ങ് സൃഷ്ടിക്കണം, ആ കുഞ്ഞിൻ്റെ എല്ലാ വൈകല്യങ്ങളും നീ മാറ്റണം. ഞാൻ ആത്മാർത്ഥം കൊണ്ട് പ്രാർത്ഥിച്ചു. അവർ നമ്മുടെ ഒരു ധ്യാനമൊക്കെ കൂടി.
പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് ഇവർ അവിടെ കുഞ്ഞിനെയുമായിട്ട് എൻ്റെ അടുക്കൽ വരികയാണ്. അവർ വന്നിട്ട് പറയുന്നു, അന്ന് അവർ പ്രാർത്ഥിച്ചിട്ട് പോയി, ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പോയി. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത്ഭുതം നടക്കുകയാണ്. പിന്നീടുള്ള സ്കാനിങ്ങിൽ കുഞ്ഞിന് മൂക്കുണ്ട്, തലയോട്ടിയുണ്ട്, ഒരു വൈകല്യങ്ങളുമില്ല. പ്രസവിച്ചപ്പോൾ അല്ല മിടുക്കി ഒരു പെൺകുട്ടി 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയായിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്, നന്ദി പറയാനായിട്ട് ദൈവത്തിന്. ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും കർത്താവ് സൗഖ്യം നൽകും. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ അറിഞ്ഞു. ദൈവം പറയുക, നിന്നെ ഞാൻ അറിഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പറയുക, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ അറിഞ്ഞു. നിന്നെ എനിക്കറിയാം, നീ എന്തായിത്തീരണം, എങ്ങനെയായിത്തീരണം, എവിടം വരെ എത്തിച്ചേരണം, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ത്, എല്ലാം കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട്. നിന്റെ ചരിത്രം മുഴുവൻ കർത്താവിനറിയാം. നിനക്ക് എന്തൊക്കെ വീഴ്ചകൾ സംഭവിക്കും കർത്താവിനറിയാം. നീ എത്രമാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കും കർത്താവിനറിയാം. ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾ തകിടം മറിക്കരുത്. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഓർക്കണം, എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇപ്പോൾ പ്രായമായി, ഏതാനും വർഷം മുൻപ് എന്നെ കാണാൻ വന്നു. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുക്കൽ പറഞ്ഞ സങ്കടം ഇതാണ്, ഇളയ മകൻ നന്നായിട്ട് പഠിച്ചു, എൻജിനീയറിംഗ് കഴിഞ്ഞു, ബോംബെയിൽ ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്. ഇപ്പോൾ 3-4 വർഷമായി ജോലി കയറി. ഞങ്ങൾ കല്യാണമൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് വിവാഹം വേണ്ട, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കൊരു പുരോഹിതൻ ആകണമെന്നാണ് ആഗ്രഹം. ഹല്ലേലൂയ. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ മകന് ഒരു ധ്യാനം കൂടി, ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സ്പർശിച്ചു. അവൻ്റെ ഉള്ളിൽ ശക്തമായ പ്രേരണ, ഒരു വൈദികനായി തീരണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. എല്ലാവരും, വീട്ടുകാരൊക്കെ എതിർത്തു. ഈ പിതാവിനോട് സംസാരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞു, മകൻ്റെ ആഗ്രഹം അതാണ്, അതിന് അവനെ വിടണം, അതിന് തടസ്സം നിൽക്കരുത്, അത് ദൈവത്തിൻ്റെ പ്ലാനാ. അവൻ വിശുദ്ധനായ ഒരു പുരോഹിതനായിട്ട് മാറട്ടെ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആ പിതാവിനെ ആശ്വസിപ്പിച്ചു. ഞാൻ സംസാരിച്ചു, പ്രാർത്ഥിച്ചു, സന്തോഷമായിട്ട് പോയി. ആ മകന് സെമിനാരിൽ ചേർന്ന് പഠിച്ചു. ഇപ്പോൾ CMI സഭയിൽ വൈദികനായി വർഷങ്ങളായി. ആ ദൈവത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പും വിളിയും ആ ചെറുപ്പക്കാരൻ തിരിച്ചറിയുക. അന്ന് 1 ലക്ഷം രൂപ സാലറി ഉള്ളത് ഉപേക്ഷിച്ചിട്ട് ഇന്ന് കർത്താവിൻ്റെ പുരോഹിതനായിട്ട് ജീവിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ നമ്മൾ തിരിച്ചറിയണം. ഇതെങ്ങനെ തിരിച്ചറിയും? അതിന് നിരന്തരമായ പ്രാർത്ഥന വേണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മളെ യഥാർത്ഥമായ വഴിയിലൂടെ നയിക്കും. ആ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ജെറമ്യായോട് പറയാണ്, നീ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ജെറമ്യാ പറയാം, ഞാനൊരു ബാലനാ, എനിക്കിതിനാവില്ല, എന്നെക്കൊണ്ട് കഴിയില്ല. കർത്താവ് ശക്തിപ്പെടുത്തുക. നീ കേവലം ഒരു ബാലൻ ആണെന്ന് പറയരുത്. നിന്നെ ശക്തിപ്പെടുത്തുന്നത്, നിന്നെ ബലപ്പെടുത്തുന്നത്, നിന്നെ നയിക്കുന്നത്, നിന്നിലൂടെ സംസാരിക്കുന്നത് ഞാനാണ്. ജെറമ്യായുടെ നാവിലേക്ക് വചനം കൊടുത്തു. കർത്താവ് വചനം വെച്ചു കൊടുത്തു.
പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുമേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഇടിച്ചു തകർക്കുവാൻ, പിഴുതുമാറ്റുവാൻ, തകിടം മറിക്കുവാൻ, പണിതുയർത്തുവാൻ ജനതകളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ നിയോഗിച്ച് ആക്കിയിരിക്കുന്നു. കർത്താവ് നിയോഗിച്ചു, കർത്താവ് അവരോധിച്ചു, കർത്താവിനുള്ള അഭിഷേകം കൊടുത്തു, അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മിൽ നിറവേറാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നെക്കുറിച്ച് അങ്ങേക്കുള്ള ആ പ്ലാൻ അത് നടക്കണം, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ദൈവം ഓരോരുത്തരെയും നടത്തണം. ഓരോരുത്തരുടെയും ദൈവത്തിന് നടത്തേണ്ടതായ വലിയൊരു ദൗത്യമുണ്ട്, അത് നടക്കണം. സങ്കീർത്തനം 139 മുതൽ 16 വരെ വചനങ്ങൾ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. അവിടുന്ന് എനിക്ക് ജീവശ്വാസം നൽകി. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായത് ദൈവം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, മറ്റാരും അറിഞ്ഞിട്ടില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെനഞ്ഞെടുത്തു, നിന്നെ രൂപപ്പെടുത്തി. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായിട്ട് സൃഷ്ടിച്ചു. ദൈവം എന്നെ വിസ്മയനീയമായിട്ട് അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിക്കുകയാണ്, ഉദരത്തിൽ ജന്മം നൽകുകയാണ്. ആ സമയം നീ ജന്മം കൊണ്ട കൃത്യ ടൈം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റാർക്കും അറിയത്തില്ല. നീ ഏതു നിമിഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവായി, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു ശാസ്ത്രത്തിനും ഒരു സയൻസിനും ഒരു വ്യക്തിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏതു ടൈമിൽ നീ അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശുവായി പിറന്നു എന്നുള്ളത്. എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായിട്ടറിയാം. ദൈവമേ, അങ്ങയുടെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, അത്ഭുതകരമാണ് അങ്ങയുടെ സൃഷ്ടികൾ. ദൈവ വചനം പ്രഘോഷിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. അതിൽ മൂന്നാമനായിട്ട് ജനിച്ച കുട്ടി വൈകല്യങ്ങളുള്ള ഒരു ഓട്ടിസമുള്ള വൈകല്യമുള്ളൊരു കുട്ടിയായിരുന്നു. അവർ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും ആ കണ്ണുനീരിന് ദൈവം ബലം കൊടുത്തു. നിൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കർത്താവ് ആ സുവിശേഷകൻ്റെ കണ്ണുനീര് കണ്ടു. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. അവന് പഠിക്കാൻ കഴിവും ബുദ്ധിശക്തിയെല്ലാം കൊടുത്തു. പഠിച്ചു, മിടുമിടുക്കനായി. ഇന്ന് അവൻ ഡോക്ടറാണ്, വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുമുണ്ട്. ഏത് വൈകല്യമുള്ള കുഞ്ഞുങ്ങളെയും ആ വൈകല്യങ്ങൾ അല്ലെ ആ ബലഹീനതകൾ, ജന്മനായുള്ള കുറവുകൾ മാറ്റിക്കൊണ്ട് പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിന് പ്രാർത്ഥന വേണം. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ കണ്ണുനീരിനും ദൈവം എന്നും വില കൊടുക്കുന്നവനാണ്. ഒരിക്കലും വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പുറന്തള്ളാൻ പാടില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓർക്കുമ്പോഴൊക്കെ അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ ധ്യാനങ്ങളിൽ എത്രയോ കുഞ്ഞുങ്ങളെയാണ്, വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, നടക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, വലിയ തലയുള്ള കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അനേകം കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഞാൻ ഓർക്കണം, ഒരിക്കൽ ചിറ്റടിയിൽ ഒരു ഫാമിലി വന്നു. ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ കഴുത്തിന് ബലമില്ല, 3 മാസമായ കുഞ്ഞ്.
കഴുത്തിന് ബലമില്ല, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കഴുത്തുമായിട്ടൊന്നും. പ്രാർത്ഥിച്ച നിമിഷം തന്നെ കർത്താവ് കുഞ്ഞിൻ്റെ ആ പെൺകുഞ്ഞിൻ്റെ കഴുത്ത് ബലമാക്കി. അത്ഭുത രോഗശാന്തി കർത്താവ് കൊടുത്തു. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവമാണ് സൂക്ഷ്മതയോടെ എന്നെ രൂപപ്പെടുത്തിയത്. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. എന്നെക്കുറിച്ചുള്ള ചരിത്രം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. ഞാൻ ജനിക്കുന്നത് മുതൽ എൻ്റെ ജീവിതം മരണം വരെയുള്ള കാര്യങ്ങൾ അവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുക. അത് അനുഗ്രഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമൃദ്ധിയുടെ, നന്മയുടേത് മാത്രമാണ്. അവൾ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നടക്കുവാൻ നീ പ്രാർത്ഥിച്ചു കൊള്ളുക. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മളെ അറിഞ്ഞ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് നമ്മളെ ഉള്ളങ്കയിൽ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് പറയാം, ദൈവമേ, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭപാത്രത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾ, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. ഈ ഭൂമിയിൽ പിറന്ന കുഞ്ഞുങ്ങൾ, വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെല്ലാവരെയും അങ്ങ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തണമേ. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾ, തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, എക്സിമ ഉള്ള കുഞ്ഞുങ്ങളെല്ലാം സൗഖ്യമാവട്ടെ. കർത്താവേ, വൈകല്യങ്ങൾ നിറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. അത്ഭുതകരമായ ഒരു ദൈവാത്മാവിൻ്റെ ശക്തിയുടെ പ്രവാഹമുണ്ടാവട്ടെ. ഈശോയെ ആണിപ്പാടാതെ കരമിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. ആത്മാവാൽ നിറയ്ക്കണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.